ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നടന്ന റീസെൻറ്റ് എക്സാംസ് നോക്കുകയാണെങ്കിൽ, അത് SSC അതുപോലെ തന്നെ RRBയുടെ എക്സാംസ് നോക്കുകയാണെങ്കിൽ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, പഠിക്കണം. മാത്രമല്ല നമുക്കിപ്പോൾ ലാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത് RRB ALPയുടെ എക്സാം കഴിയുകയുണ്ടായി. അപ്പോൾ RRB ALPയുടെ എക്സാമിൽ നമുക്ക് സയൻസും മാത്സും റീസണിങ്ങും മാറ്റിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നായിരുന്നു. ഓക്കെ, അതായത് ബാക്കിയുള്ള 10 മാർക്കുള്ള ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ച ഏത് ഏരിയയിൽ നിന്ന് തന്നെയായിരുന്നു? കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ RRB RPFന്റെ എക്സാം നോക്കുവാണെങ്കിലും അതിലും ആ എക്സാമിലും കറണ്ട് അഫയേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷനിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകത്തക്ക രീതിയിൽ 2024 കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ 2024 കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്കീംസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വിച്ച് മിനിസ്ട്രി ലോഞ്ച്ഡ് ദീൻ ദയാൽ സ്പർശ് യോജന? ഓക്കെ, അപ്പോൾ ദീൻ ദയാൽ സ്പർശ് യോജന ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? അപ്പോൾ ഈ ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറഞ്ഞത് എന്താണ്? ഇതൊരു സ്കോളർഷിപ്പ് സ്കീമാണ് കേട്ടോ. ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കോളർഷിപ്പ് സ്കീമാണ്. 6th മുതൽ 9th സ്റ്റാൻഡേർഡിൽ വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് നൽകുന്ന സ്കീമാണ് ഏതെന്ന് പറയുന്നത്? ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറയുന്നത്. 6th മുതൽ 9th സ്റ്റാൻഡേർഡിൽ വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് നൽകുന്ന സ്കീമാണ് ഏതെന്ന് പറയുന്നത്? ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറയുന്നത്. ഈ സ്കീം പ്രകാരം സ്കോളർഷിപ്പ് എമൗണ്ട് എത്രയാണെന്ന് അറിയണം. അത് 6000. നിങ്ങൾക്ക് റീസെന്റ് എക്സാംസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്ക് ഈ എമൗണ്ടുകൾ എത്രയാണെന്നുള്ളത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് 6th മുതൽ 9th സ്റ്റാൻഡേർഡിൽ വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് നൽകുന്ന സ്കീമാണ് എന്ന് പറയുന്നത് ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറയുന്നത്. ഈ ഒരു യോജന പ്രകാരം സ്കോളർഷിപ്പ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് എത്രയാണ്? 6000 ആണ്. ഇത് ലോഞ്ച് ചെയ്ത മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് അണ്ടർ യൂണിയൻ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ലോഞ്ച് ചെയ്ത സ്കീമാണ് ഏതെന്ന് പറയുന്നത്? ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോളുക, ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറയുന്നത് ഒരു സ്കോളർഷിപ്പ് സ്കീമാണ്. 6th മുതൽ 9th സ്റ്റാൻഡേർഡിൽ വരെ പഠിക്കുന്ന സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പ് സ്കീമാണ് ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറയുന്നത്. ഈ ഒരു സ്കീം പ്രകാരമുള്ള സ്കോളർഷിപ്പ് എമൗണ്ട് മറക്കാതെ ഓർത്തോളുക, എത്രയാണ്? 6000 ആണ്. ഇത് ലോഞ്ച് ചെയ്ത മിനിസ്ട്രി ഏതാണെന്ന് മറക്കണ്ട. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ലോഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി മറന്നുപോകില്ലല്ലോ, ദീൻ ദയാൽ സ്പർശ് യോജന ലോഞ്ച് ചെയ്ത ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ദീൻ ദയാൽ സ്പർശ് യോജന ലോഞ്ച് ചെയ്ത ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ലോഞ്ച് ചെയ്ത സ്കീമാണ് ഏതെന്ന് പറയുന്നത്? ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറയുന്നത്. ഇതൊരു സ്കോളർഷിപ്പ് സ്കീമാണ്. 6th മുതൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് നൽകുന്ന സ്കോളർഷിപ്പ് സ്കീമാണ് ദീൻ ദയാൽ സ്പർശ് യോജന എന്ന് പറയുന്നത്. ഈ യോജന പ്രകാരം സ്കോളർഷിപ്പ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 6000 ആണ്. എത്രയാണ്? 6000. ക്ലിയർ ആയല്ലോ? പ്രോപ്പർലി ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ നോർമലി ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം. പിന്നീട് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നിങ്ങളുടെ ടൈം എന്ത് ചെയ്യാൻ പാടുള്ളൂ, കളയാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തെന്ന് പറയുന്നത് വെൻ വാസ് PM ആശാ സ്കീം ലോഞ്ച്ഡ്? അപ്പോൾ PM ആശാ സ്കീം ലോഞ്ച് ചെയ്തത് എന്നാണ്? അപ്പോൾ അതിനു മുന്നേ PM ആശാ സ്കീമിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയണം. ഓക്കെ, PM ആശാ സ്കീമിന്റെ ഫുൾ ഫോം ആണ് പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷൺ അഭിയാൻ. ഓക്കെ, പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷൺ അഭിയാൻ എന്നുള്ളത്. ഓക്കെ, പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷൺ അഭിയാൻ ആശാ സ്കീം. പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷൺ അഭിയാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫാർമേഴ്സ് ഇൻകം പ്രൊട്ടക്ഷൻ സ്കീം. ഓക്കെ, എന്താണ്? ഫാർമേഴ്സ് ഇൻകം പ്രൊട്ടക്ഷൻ സ്കീം. അതായത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഫാർമേഴ്സിന്റെ ഇൻകം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമാണെന്ന്. അതായത് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് ഗുഡ് പ്രൈസസ് ടു ദ ഫാർമേഴ്സ് ഫോർ ദെയർ ക്രോപ്സ്. ഫാർമേഴ്സിന് അവരുടെ ക്രോപ്സിന് പ്രോപ്പർ ആയിട്ടുള്ള വില കിട്ടുക. ഫാർമേഴ്സിന് അവരുടെ ക്രോപ്പിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പ്രൈസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് എന്ന് പറയുന്നത് PM ആശാ സ്കീം എന്ന് പറയുന്നത്.
പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷൺ അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ PM ആശാ സ്കീമിന്റെ ഫുൾ ഫോം അറിയുക. എന്താണ്? പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷൺ അഭിയാൻ, അല്ലെങ്കിലോ ഫാർമേഴ്സ് ഇൻകം പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയാം. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്ത വർഷം എന്നാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. PM ആശാ സ്കീം ലോഞ്ച് ചെയ്ത വർഷം എന്നാണ്? PM ആശാ സ്കീം ലോഞ്ച് ചെയ്ത വർഷം മറക്കണ്ട. ലോഞ്ച് ചെയ്ത വർഷം എന്നാണ്? 2018ലാണ്. എന്നാണ്? 2018. ഇപ്പൊ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടാവാം, 2018 ലോഞ്ച് ചെയ്ത വർഷം, 2018 ലോഞ്ച് ചെയ്ത സ്കീമാണ്, ഇതെന്തിനാണ് ഇപ്പോൾ കറണ്ട് അഫേഴ്സിൽ പറയുന്നത് അല്ലേ? അപ്പം 2018 ലോഞ്ച് ചെയ്തെങ്കിലും വീണ്ടും ഇതെന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. വീണ്ടും ഈ സ്കീം കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇതിന്റെ കറണ്ട് അഫേഴ്സിൽ ഇമ്പോർട്ടൻസ് വന്നതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഈ സ്കീമാ PM ആശാ സ്കീം, പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷൺ അഭിയാൻ എന്ന് പറയുന്നത്. സ്കീം ലോഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ ഫാർമേഴ്സ് ഇൻകം പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയാം. ഈ സ്കീം ലോഞ്ച് ചെയ്ത് ഫാർമേഴ്സിന് അവരുടെ ക്രോപ്സിന് പ്രോപ്പർ പ്രൈസ് ലഭിക്കുന്നതിന് വേണ്ടി ലോഞ്ച് ചെയ്ത സ്കീമാണ്. ഇത് ലോഞ്ച് ചെയ്ത വർഷം എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2018ലാണ്. എന്നാണ് ലോഞ്ച് ചെയ്യുന്നത്? 2018. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇതിന്റെ ടോട്ടൽ ബജറ്റ് നമ്മൾ പറഞ്ഞില്ലല്ലോ. ടോട്ടൽ ബജറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 35,000 crore ആണ്. അപ്പോ വീണ്ടും നിങ്ങൾക്ക് നമ്മുടെ SSC RRB എക്സാംസ് നോക്കുമ്പോൾ മനസ്സിലാവും, ഇതുപോലെയുള്ള ടോട്ടൽ ബജറ്റുകൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇതുപോലെയുള്ള എമൗണ്ടുകൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, PM ആശാ സ്കീം, പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷൺ അഭിയാൻ, ഫാർമേഴ്സ് ഇൻകം പ്രൊട്ടക്ഷൻ സ്കീം, അതായത് ഫാർമേഴ്സിന് അവരുടെ ക്രോപ്സിന് പ്രോപ്പർ പ്രൈസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീം 2018 ലോഞ്ച് ചെയ്തു. 2018 ലോഞ്ച് ചെയ്ത ഈ സ്കീമിന്റെ ടോട്ടൽ ബജറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 35,000 crore ആണ്. എത്രയാണ്? 35,000 crore ആണ്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ അടുത്ത വർഷത്തെ SSC എക്സാംസിന്റെ കലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏപ്രിൽ മന്തിൽ എന്ത് ചെയ്യും? നമ്മുടെ CGL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്താ വേണം, നമ്മൾ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കരുത്. അതിന് മുന്നേ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും എക്സാമിന് നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുക. അതിന്റെ പാർട്ടായിട്ട് തന്നെ ദിശ ലേണിംഗ് ആപ്പ് വഴി SSC CGL കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. December 10, അതായത് ഇന്ന് മുതലാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും. ഈ ഒരു പക്ഷേ ലൈവ് ക്ലാസ്സും, അപ്പോൾ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് എന്താണ്, ഡയറക്റ്റ് ഫാക്കൽറ്റീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നതൊക്കെ അപ്പോൾ ക്ലിയർലി പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരു പക്ഷേ ഒരു ടൈമിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതിൻ്റെ റെക്കോർഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 8075753676 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഇതാണ് 8075753676 8075753676 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്കീമിലേക്ക് പോവാം. അടുത്ത സ്കീം എന്ന് പറയുന്നത് റീസെന്റ് വിച്ച് മിനിസ്ട്രി ലോഞ്ചഡ് കീർത്തി പ്രോഗ്രാം. ഓക്കെ, കീർത്തി പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? അപ്പോൾ കീർത്തി പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രി ആണെന്ന് പറയുന്നതിന് മുന്നേ ഇതിന്റെ ഫുൾ ഫോം അറിയണ്ടേ? കേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ സ്കീം. ഓക്കെ, കീർത്തി സ്കീം കേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നോക്കാം, കേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം. ഓക്കെ, കേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ കേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് മിനിസ്ട്രി ലോഞ്ച് ചെയ്തതാണ്? അതായത് സ്റ്റുഡൻസിന് ഇടയ്ക്ക് സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീമാണ് കേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം. സ്റ്റുഡൻസിന് ഇടയ്ക്ക് സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീമാണ്. ഈ സ്കീം ലോഞ്ച് ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ ആൻസർ ചണ്ഡീഗഡിലാണ്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിന് ഇടയ്ക്ക് സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീമാണ് ഏതെന്ന് പറയുന്നത് കേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ സ്കീം എന്ന് പറയുന്നത്. ഈ സ്കീം ലോഞ്ച് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ചണ്ഡീഗഡ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ വിച്ച് മിനിസ്ട്രി ലോഞ്ചഡ് കീർത്തി പ്രോഗ്രാം? കേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം. കേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം സ്കൂൾ സ്റ്റുഡൻസിന് ഇടയ്ക്ക് സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീമാണ്.
ഈ സ്കീം ലോഞ്ച് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? ചണ്ഡീഗഡിലാണ് ലോഞ്ച് ചെയ്തത്. ഒപ്പം അറിയുക ഇത് ലോഞ്ച് ചെയ്ത ഏത് മിനിസ്ട്രി ആണ്? മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആണ്. ഓക്കെ, ലോഞ്ച് ചെയ്ത ഏത് മിനിസ്ട്രി ആണ്? മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത സ്കീം എന്ന് പറയുന്നത് when was PM ശ്രീ സ്കീം ലോഞ്ച്? PM ശ്രീ സ്കീം ലോഞ്ച് ചെയ്തത് എന്നാണ്. അപ്പോൾ PM ശ്രീ സ്കീമിന്റെ ഫുൾ ഫോം നമുക്ക് ആദ്യം നോക്കാം. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. ഓക്കെ, PM ശ്രീ സ്കീമിന്റെ ഫുൾ ഫോം എന്താണ്? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. ഓക്കെ, PM ശ്രീ സ്കീമിന്റെ ഫുൾ ഫോം എന്താണ്? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ്. ഈ PM ശ്രീ സ്കീം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും അതുപോലെ തമിഴ്നാട് ഗവൺമെന്റ് കൂടെ ചേർന്നിട്ടാണ്. തമിഴ്നാട് ഗവൺമെന്റ് സൈൻഡ് MOU വിത്ത് എഡ്യൂക്കേഷൻ മിനിസ്ട്രി. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റ് കൂടെ ചേർന്നിട്ടാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് പ്രകാരമാണ് ഈ ഒരു PM ശ്രീ സ്കീം? എന്തിനാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത്? എന്തിനാണ്? ശരിക്കും 14,500 സ്കൂൾസിനെ അപ്ഗ്രേഡ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അണ്ടർ ദി സ്കീം 14,500 സ്കൂൾസ് വിൽ ബി അപ്ഗ്രേഡഡ്. 14,500 സ്കൂൾസിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കീമാണ്. ഓക്കെ, 14,500 സ്കൂൾസിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കീമാണിത്. ഇതിന്റെ ടോട്ടൽ ബജറ്റ് എന്ന് പറയുന്നത് 27,360 crore ആണ്. ക്രോറ് നോട്ട് ചെയ്ത് പഠിക്കണേ, ക്രോറ് വേണ്ടാന്ന് വെക്കരുത്, ക്വസ്റ്റ്യൻ വരും. 27,360 crore ആണ് ഇതിന്റെ ടോട്ടൽ ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞ കാര്യങ്ങളെ കൺസോളിഡേറ്റ് ചെയ്യാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചിരിക്കുമല്ലോ. PM ശ്രീ സ്കീം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ സ്കീം എന്നാണ്. അപ്പൊ ഈ ഒരു സ്കീം ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട് ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും കൂടെ ചേർന്നിട്ടാണ്. ഇനി ഈ സ്കീം എന്തിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മൾ അറിയണം അല്ലേ? വേണം. 14,500 സ്കൂൾസിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്കീമാണിത്. ഇതിന്റെ ടോട്ടൽ ബജറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27,360 crore ആണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതല്ലല്ലോ, ഇത് എന്നാണ് ലോഞ്ച് ചെയ്തത് അല്ലേ? PM ശ്രീ സ്കീം ലോഞ്ച് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 2022-ലാണ്. ഓക്കെ, PM ശ്രീ സ്കീം ലോഞ്ച് ചെയ്തത് എന്നാണ്? 2022-ലാണ് PM ശ്രീ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തെന്ന് പറയുന്നത് അണ്ടർ ദ UPS what is a guaranteed minimum monthly pension for an employee who retires after at least 10 years of service? മിനിമം ഒരു 10 വർഷമെങ്കിലും സർവീസിലുള്ള ആൾക്ക് മിനിമം എത്ര രൂപ പെൻഷനായിട്ട് കിട്ടണം? എന്ത് പ്രകാരം? UPS എന്താണ്? UPS എന്താണ്? യൂണിഫൈഡ് പെൻഷൻ സ്കീം. UPS എന്താണ്? യൂണിഫൈഡ് പെൻഷൻ സ്കീം. യൂണിഫൈഡ് പെൻഷൻ സ്കീം. അപ്പോൾ യൂണിഫൈഡ് പെൻഷൻ സ്കീം പ്രകാരം മിനിമം 10 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എത്ര രൂപ മിനിമം മന്ത്ലി പെൻഷൻ ലഭിക്കണം? എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 10,000 ആണ്. ഓക്കെ, എത്ര ലഭിക്കണം? 10,000 rupees മിനിമം മന്ത്ലി പെൻഷൻ ലഭിക്കണം. പക്ഷെ ഇത് ശരിക്കും എഫക്റ്റിൽ വരുന്നത് എന്നോട്ടാ? 2025 April 1 തൊട്ടാണ് ഇത് എഫക്റ്റിൽ വരുന്നത്. എന്നോട്ടാണ്? 2025 April 1 തൊട്ടാണ് ഇത് എഫക്റ്റിൽ വരുന്നത്. ഓക്കെ, പിന്നീട് നമ്മുടെ നാഷണൽ പെൻഷൻ സിസ്റ്റം NPS, നാഷണൽ പെൻഷൻ സിസ്റ്റത്തെ റീപ്ലേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? യൂണിഫൈഡ് പെൻഷൻ സ്കീം വരുന്നത്. അതുകൂടി അറിഞ്ഞിരിക്കുക. നാഷണൽ പെൻഷൻ സിസ്റ്റത്തെ റീപ്ലേസ് ചെയ്തിട്ടാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരിക്കും എന്താണ് പറഞ്ഞത്? നമ്മൾ അറ്റ്ലീസ്റ്റ് 10 years എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആക്കുക, അല്ലെങ്കിൽ 10 years എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആക്കുക, സർവീസിൽ 10 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക്, മിനിമം 10 years എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മിനിമം മന്ത്ലി എത്ര രൂപ നൽകണം? 10,000 rupees നൽകണം. ഇത് എഫക്റ്റിൽ വരുന്ന എന്തുകൊണ്ടാണ്? 2025 April 1 തൊട്ടിട്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത സ്കീം നോക്കിയാലോ. Which state topped in PM Swanidhi scheme as best performing state? അപ്പോൾ PM സ്വാനിധി സ്കീം പ്രകാരം ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ഏതാണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. PM സ്വാനിധി സ്കീം പ്രകാരം ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ഏതാണ്? അപ്പോൾ PM സ്വാനിധി സ്കീം ഇല്ലേ, എന്തിനു വേണ്ടിയിട്ടായിരിക്കണം PM സ്വാനിധി സ്കീം? PM സ്വാനിധി സ്കീം എന്ന് പറയുമ്പോൾ സ്ട്രീറ്റ് വെണ്ടേഴ്സ്
ആത്മനിർഭർ നിധി സ്കീം. ഓക്കെ, PM സ്വാനിധി സ്കീം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെണ്ടർ ആത്മനിർഭർ നിധി സ്കീം. ഓക്കെ, പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെണ്ടർ ആത്മനിർഭർ നിധി സ്കീം. ഓക്കെ, പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആത്മനിർഭർ നിധി സ്കീം. PM സ്വാനിധി സ്കീം, ഈ ഒരു സ്കീം പ്രകാരം ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ചെയ്തു. അതിനു മുന്നേ സ്കീം എന്തിനാണെന്ന് അറിയണ്ടേ? വേണം. അപ്പൊ ഈ സ്കീം എന്തിനാണ്? ടോപ്പ് ഫോർ എഫക്റ്റീവ്ലി സപ്പോർട്ടിംഗ് അർബൻ സ്ട്രീറ്റ് വെണ്ടേഴ്സ്. അർബൻ സ്ട്രീറ്റ് വെണ്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കീമാണ്. അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണല്ലേ അറിയണ്ടേ? അപ്പൊ അർബൻ സ്ട്രീറ്റ് വെണ്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് PM സ്വാനിധി സ്കീം എന്ന് പറഞ്ഞു. ഈ സ്വാനിധി സ്കീം പ്രകാരം അവരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? ഈ ഒരു സ്കീം പ്രകാരം അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊളാറ്ററൽ ഫ്രീ ലോൺസ് കൊടുക്കും. ഓക്കെ, കൊളാറ്ററൽ ഫ്രീ ലോൺസ് നൽകിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ ടോപ്പിൽ വന്ന സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശ്. അപ്പോൾ PM സ്വാനിധി സ്കീം എന്ന് പറയുമ്പോൾ സ്ട്രീറ്റ് വെണ്ടേഴ്സിന് വേണ്ടി ലോഞ്ച് ചെയ്തതാണ്. അങ്ങനെ ഓർത്തോ, സ്ട്രീറ്റ് വെണ്ടേഴ്സിന് വേണ്ടി ലോഞ്ച് ചെയ്ത സ്കീമാണ് എന്ന് പറയുന്നത് PM സ്വാനിധി സ്കീം എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആത്മനിർഭർ നിധി സ്കീം. അതൊക്കെ ആണല്ലോ. ഇതിൽ ടോപ്പിൽ വന്ന സ്റ്റേറ്റ് ഏതാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശ് ടോപ്ഡ് ഫോർ എഫക്റ്റീവ്ലി സപ്പോർട്ടിംഗ് അർബൻ സ്ട്രീറ്റ് വെണ്ടേഴ്സ് വിത്ത് കൊളാറ്ററൽ ഫ്രീ ലോൺസ്. മധ്യപ്രദേശ് അവർ എങ്ങനെയാണ് സപ്പോർട്ട് നൽകിയത്? കൊളാറ്ററൽ ആയിട്ടുള്ള ഫ്രീ ലോൺസ് നൽകി. കൊളാറ്ററൽ ഫ്രീ ലോൺസ് നൽകിയിട്ടാണ്. കൊളാറ്ററൽ ഫ്രീ ലോൺസ് നൽകിയിട്ടാണ് മധ്യപ്രദേശ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്? സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ PM സ്വാനിധി സ്കീം, PM സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആത്മനിർഭർ നിധി സ്കീം ലോഞ്ച് ചെയ്ത വർഷം അറിയണം, 2020. ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരും? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. വൺ സെക്കൻഡേ, ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരും? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് എക്സ്റ്റെൻഡഡ് ദ സ്മാർട്ട് സിറ്റീസ് മിഷൻ ടിൽ 31 മാർച്ച്. അപ്പോൾ സ്മാർട്ട് സിറ്റി മിഷൻ എന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സെൻട്രൽ ഗവൺമെന്റ്. ഈ സ്മാർട്ട് സിറ്റി മിഷൻ എന്ന് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി മിഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് 2015ലാണ്. എന്താണ്? 2015ലാണ് സ്മാർട്ട് സിറ്റി മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്മാർട്ട് സിറ്റി മിഷൻസിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് ടു ട്രാൻസ്ഫോം 100 സിറ്റീസ്. 100 സിറ്റീസിനെ ട്രാൻസ്ഫോം ചെയ്യുക. അവരെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാനാ? പറഞ്ഞിരിക്കുന്നു, ടു പ്രൊവൈഡ് കോർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ക്ലീൻ ആൻഡ് സസ്റ്റൈനബിൾ എൻവയോൺമെന്റ്. ഓക്കെ, കോർ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ എന്താണ്, ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്ത് 100 സിറ്റീസിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി ലോഞ്ച് ചെയ്ത സ്കീം എന്ന് ലോഞ്ച് ചെയ്തതാണ്? 2015 ലോഞ്ച് ചെയ്തതാണ്. ഇത് എന്നുവരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു? 31 മാർച്ച് 2025. 31 മാർച്ച് 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണല്ലോ. അപ്പോൾ സ്മാർട്ട് സിറ്റി മിഷൻസ് എന്താണ്? 2015 സ്റ്റാർട്ട് ചെയ്ത ഈ സ്മാർട്ട് സിറ്റി മിഷൻസിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് 100 സിറ്റീസിനെ ട്രാൻസ്ഫോം ചെയ്യുക അല്ലെ? 100 സിറ്റീസിനെ എന്ത് ചെയ്യുക? ട്രാൻസ്ഫോം ചെയ്യുക എന്നാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത് ലോഞ്ച് ചെയ്ത് എന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? 2015 സ്റ്റാർട്ട് ചെയ്ത് എന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്തു? 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് റീസെന്റ് ക്യാബിനറ്റ് അപ്രൂവ്ഡ് ഇന്ത്യ AI മിഷൻ അല്ലേ? ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷൻ വിത്ത് ഔട്ട്ലേ ഓഫ് ഡാഷ് ക്രോർ. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് എത്ര കോടി രൂപയാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പറയുന്നു ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷൻ എന്തിനു വേണ്ട? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രയാണ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്? ടോട്ടൽ ബജറ്റ് ഫോർ 5 years, 5 വർഷത്തിലേക്കുള്ള ടോട്ടൽ ബജറ്റ് എത്രയാണ്? 10,372 crore ആണ്. 10,372 crore ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ AI മിഷൻ, ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിഷന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് എത്ര കോടി രൂപയാണ്? 10,372 crore ആണ്. എത്രയാണ്? 10,372 crore ആണ്.
ഓക്കെ. അടുത്തത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. സൂര്യഘർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? സോളാർ പാനലോട് എന്തോ റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുമ്പോൾ ഫോർ ഇൻസ്റ്റാളിംഗ് റൂഫ് ടോപ്പ് സോളാർ പാനൽസ്. അപ്പോൾ റൂഫ് ടോപ്പിൽ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീമാണ് എന്ന് പറയുന്നത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്നത്. നമ്മുടെ റൂഫ് ടോപ്പിൽ എന്ത് ചെയ്യുക? സോളാർ പാനൽസ് ഫോർ ഇൻസ്റ്റാളിംഗ് റൂഫ് ടോപ്പ് സോളാർ പാനൽസ്. റൂഫ് ടോപ്പ് സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീമാണ് ഇത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ ഔട്ട്ലേ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75,021 crore ആണ്. ഓക്കെ, 75,021 crore ആണ് ഇതിന്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അല്ലേ? എന്തിനു വേണ്ടി സ്കീം ലോഞ്ച് ചെയ്ത്? PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന സ്റ്റാർട്ട് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രിസിറ്റി അപ് ടു 300 യൂണിറ്റ്സ്. ഫ്രീ ഇലക്ട്രിസിറ്റി അപ് ടു 300 യൂണിറ്റ്സ് എവറി മന്ത് ഫോർ 1 crore ഹൗസ് ഹോൾഡ്സ്. ഓക്കെ, 300 യൂണിറ്റ്സ് എവറി മന്ത് ഫോർ 1 crore ഹൗസ് ഹോൾഡ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി അറിയണം PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന നമ്മൾ ഫോർ ഇൻസ്റ്റാളിംഗ് റൂഫ് ടോപ്പ് സോളാർ പാനൽസ്. അപ്പോൾ റൂഫ് ടോപ്പ് സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീമാണ് ഇത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്നത്. ഓർത്തിരിക്കാമല്ലോ. നമുക്ക് നെക്സ്റ്റ് സ്കീമിലോട്ട് പോവാം. അടുത്തതെന്ന് പറയുന്നതാണ് ഇങ്ങനെയാണ് which is the first north east state to achieve 100% ഹർ ഘർ ജൽ സ്റ്റാറ്റസ്. അപ്പോൾ 100% ഹർ ഘർ ജൽ സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്ത നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? ക്വസ്റ്റ്യൻ എന്താണ്? നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? 100% ഹർ ഘർ ജൽ സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്ത നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? അപ്പോൾ നമ്മുടെ ജലജീവൻ മിഷൻ അല്ലേ? അപ്പോൾ ജലജീവൻ മിഷൻ സ്റ്റാർട്ട് ചെയ്തെന്നാ 2019 ഓഗസ്റ്റ് 15 ആണ്. ഓക്കെ, ജലജീവൻ മിഷൻ സ്റ്റാർട്ട് ചെയ്തെന്നാണ് 2019 ഓഗസ്റ്റ് 15. ജലജീവൻ മിഷൻ സ്റ്റാർട്ട് ചെയ്തെന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2019 ഓഗസ്റ്റ് 15 ആണ്. മിനിസ്ട്രി ഓഫ് ജലശക്തിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്ത് ചെയ്യുക? സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക. സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്കീമാണ് ഇത് ജലജീവൻ മിഷൻ. ഇത് ലോഞ്ച് ചെയ്ത ഡേറ്റ് ഓർത്ത് വെച്ച് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജലജീവൻ മിഷൻ ലോഞ്ച് ചെയ്യുന്നതാണ് 2019 ഓഗസ്റ്റ് 15 ആണ്. അപ്പോൾ ഓർക്കണം 2024 കൂടിയിട്ട് ടു പ്രൊവൈഡ് സേഫ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ടു എവരി റൂറൽ ഹൗസ് ഹോൾഡ്. അപ്പോൾ എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിലും 2024 കൂടിയിട്ട് എന്ത് വേണം? നമ്മൾ സേഫ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണിത്. ഓക്കെ, അപ്പം 100% ഹർ ഘർ ജൽ സ്റ്റാറ്റസ് നോർത്ത് ഈസ്റ്റിൽ അറ്റൈൻ ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, 100% ഹർ ഘർ ജൽ സ്റ്റാറ്റസ് നോർത്ത് ഈസ്റ്റിൽ അപ്രൂവ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അത് അരുണാചൽ പ്രദേശ്. നമ്മുടെ എക്സാമിന് മുന്നേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 100% ഹർ ഘർ ജൽ സ്റ്റാറ്റസ് കൈവരിക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തോ, ഗോവയാണ്. ഓക്കെ, 100% ഹർ ഘർ ജൽ സ്റ്റാറ്റസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഗോവ. ഓക്കെ ആണല്ലോ. അടുത്തത് വിച്ച് മിനിസ്ട്രി ലോഞ്ചഡ് സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം. അപ്പോൾ സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത് ഏത് മിനിസ്ട്രിയാണ്? നോക്കാം. സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ ലോഞ്ച് ചെയ്ത സ്കീമാണ് എന്ന് പറയുന്നത് സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രൊവൈഡ് ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സസ് ടു ലേണേഴ്സ്. അപ്പോൾ ലേണേഴ്സിന് ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ്. ലേണേഴ്സിന് ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് എന്ന് പറയുന്നത് സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത് ഏത് മിനിസ്ട്രി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏത് മിനിസ്ട്രിയാണ്? എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആണ്. ഓക്കെ, സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത് ഏത് മിനിസ്ട്രി ആണ്? എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആണ്. ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് എന്ന് പറയുന്നത് സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, വൺ സെക്കൻഡ്. അടുത്തെന്ന് പറയുന്നത് വിച്ച് മിനിസ്ട്രി ലോഞ്ചഡ്
പ്രേരണ സ്കീം. ഓക്കെ, പ്രേരണ സ്കീം ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? പ്രേരണ സ്കീം ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? അത് ലോഞ്ച് ചെയ്തതും എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ്. ഓക്കെ, പ്രേരണ സ്കീം ലോഞ്ച് ചെയ്ത മിനിസ്ട്രിയാണ് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ്. ആൻഡ് എക്സ്പെരിമെന്റൽ ലേണിംഗ് പ്രോഗ്രാം, അതായത് സ്റ്റുഡൻസിന് ഇടയ്ക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റുഡൻസിന് ഇടയ്ക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ് ഏത്? പ്രേരണ സ്കീംസ്. അപ്പോൾ സ്റ്റുഡൻസിന് ഇടയ്ക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലോഞ്ച് ചെയ്ത സ്കീമാണെന്ന് പറയുമ്പോഴേ ഏത് മിനിസ്ട്രി ആയിരിക്കും? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, സ്റ്റുഡൻസിന് ഇടയ്ക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീമാണ് എന്ന് പറയുന്നത് പ്രേരണ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റീസെന്റ് സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ഉന്നതി സ്കീം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ്. അപ്പോൾ ഏത് ഏരിയ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉന്നതി സ്കീം സ്റ്റാർട്ട് ചെയ്തത്? അപ്പോൾ ഉന്നതി സ്കീം എന്ന് പറയുമ്പോൾ ഉത്തരപൂർവ അപ്പോൾ ഉന്നതി സ്കീം ലോഞ്ച് ചെയ്തത് ഏത് ഫീൽഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്? അതിന് ആൻസർ പറയുന്നതിന് മുന്നേ ഉത്തരപൂർവ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം. ഉന്നതി സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരപൂർവ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം. ഓക്കെ, ഉത്തരപൂർവ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം. ഉത്തരപൂർവ്വം എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അവരുടെ എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള സ്റ്റേറ്റ്സിന്റെ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ എംപ്ലോയ്മെന്റ് ജനറേഷനൊക്കെ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീമാണ് എന്ന് പറയുന്നത് ഉന്നതി സ്കീം എന്ന് പറയുന്നത്. ഉത്തരപൂർവ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം. ഉത്തരപൂർവ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം. ഉത്തരപൂർവ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം ലോഞ്ച് ചെയ്യുന്നത് എന്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഉത്തരപൂർവ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. Who has launched Prithvi Vigyan scheme? Okay, അപ്പോൾ Prithvi Vigyan scheme ലോഞ്ച് ചെയ്ത ആരാണ്? Prithvi Vigyan scheme. അപ്പോൾ നമുക്ക് മനസ്സിലായി മിനിസ്ട്രി ഓഫ് എർത്ത് ആൻഡ് സയൻസ്, എർത്തുമായിട്ട് റിലേറ്റ് ചെയ്ത സ്കീമാണ് അല്ലേ? അപ്പോൾ ഇത് ലോഞ്ച് ചെയ്ത ആരാണ്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ടോട്ടൽ ബജറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 44,797 crore ആണ്. ഓക്കെ, എത്രയാണ്? 4,797 crore ആണ്. ഇതിന്റെ ടൈം പീരീഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 മുതൽ 26 വരെയാണ് ടൈം പീരീഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് പൃഥ്വി വിഗ്യാൻ സ്കീം ഇത് ലോഞ്ച് ചെയ്ത ആരാണ്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. പൃഥ്വി വിഗ്യാൻ സ്കീം എന്ന് പറയുമ്പോൾ എർത്തുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് മനസ്സിലായി. ഇനി ഓർക്കുക, ഇതിന്റെ ടോട്ടൽ ബജറ്റ് എത്രയാണ്? 4,797 crore ആണ്. ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാലോ 2021 to 26. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് സ്കീംസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും സ്കീംസ് പ്രോപ്പർലി പഠിക്കുക, എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.